അതുകൊണ്ടാണ് സയ്യിദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് ഒറ്റൊരു മകളെ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അത് നേരെ അവകാശിയാണ്. അപ്പം നിൻ്റെ ആ ഒരു മകൾ പകുതിയും കഴിച്ചിട്ട് ബാക്കി നിൻ്റെ അകന്ന ബന്ധുക്കൾ അതുകൊണ്ട് ജീവിക്കലാണ്, നീ വല്ല പള്ളിക്കോ എത്തിങ്ങാർക്കോ കൊടുക്കുന്നതിനേക്കാൾ ഖൈർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് വസിയത്തിൻ്റെ കാര്യം ഇപ്പം അത്ര മാത്രം പറഞ്ഞു നിർത്തുകയാണ്. അപ്പം അവകാശികൾക്ക് വസിയത്ത് പറയരുത്. ഇനി ഏതിന് കൊടുക്കുകയാണെങ്കിൽ മൂന്നിലൊന്നിൽ കൂടുതൽ കൊടുത്താൽ സഹിയാവില്ല, കൊടുക്കൽ നിർബന്ധമില്ല, കൊടുക്കൽ ഹറാമാണ് വസിയത്ത്. പിന്നെ അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി മയ്യത്ത് കുളിപ്പിക്കലാണ്. അത് കഴിക്കുന്ന ഉഴുവാൻ പുകപ്പിക്കുക. മയ്യത്ത് മരിച്ചത് മുതൽ കുളിപ്പിക്കുന്നവരെ ഉഴുവാൻ പുകപ്പിക്കൽ. സുഗന്ധം, പക്ഷേ എല്ലാത്തിടത്തും സുഗന്ധം എന്ന് മനസ്സിലാക്കിയിട്ട് ചില ആൾ ചിലതുണ്ട്. ചില ആൾ അർത്ഥം മനസ്സിലാക്കാതെ ഊതുവത്തി കത്തിച്ചാലേ ചില സ്ത്രീകൾക്ക് തൃപ്തിയാവും. മൗലൂദിനെ കുതിരച്ചാണത്തോണ്ടുണ്ടാക്കി ഊതുവത്തി പള്ളിയിൽ തന്നെ കത്തിക്കാൻ പാടില്ല. ഊതുവത്തി സുഗന്ധമുണ്ടാവനാണ് സുന്നത്ത്. സുഗന്ധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്, മലക്കുകൾക്ക് നല്ലതാണ്. അപ്പോൾ സുഗന്ധം അത് ഞാൻ പറഞ്ഞ സ്പ്രിറ്റുള്ളതാണെങ്കിൽ നിസ്കരിക്കുമ്പോൾ ഉപയോഗിക്കൽ നന്നല്ല. അപ്പോൾ സുഗന്ധം, അപ്പോൾ അത് നല്ല ഊതുവത്തിയാൻ തിരക്കേടില്ല. പിന്നെ ഈ ഉരുവാൻ പോലത്തെ വേറെ ഉണ്ട്, കുന്തിരിക്കം ഉരുവാൻ പോലെ പഴയ കാലത്തിലും വയസ്സെല്ലാം ആയി കുറേ 4-5 മാസം കിടന്ന സുപ്പയും ദൂരവും ഛർദ്ദിക്കുകയും ഇങ്ങനെ നോക്കുമ്പോൾ പല രോഗാണുക്കളൊക്കെ നശിക്കാൻ നല്ലതാണ്. ഈ മരിച്ച വീട്ടിൽ കുറച്ച് ദിവസം ഉരുവാൻ ഇങ്ങനെ പുകപ്പിക്കുന്നതാണ്. അതിലൊക്കെ പല വേറെ കാര്യങ്ങളുണ്ട്. ഇപ്പോഴത്തെ പുതിയ അടുപ്പ് വന്നുണ്ടല്ലേ, പണ്ടത്തെ അടുപ്പ് കൊണ്ടും പല കാര്യങ്ങളുണ്ട്. ആ അടുപ്പിൻ്റെ പുക തന്നെ പച്ചവെള്ളത്തിൽ ഉണങ്ങി പല രോഗങ്ങളും കുറയും. അതുകൊണ്ട് നശിക്കുന്നുണ്ട്. അതുപോലെ ഈ കുന്തിരിക്കം ഉരുവാൻ പോലെ പുകപ്പിക്കുന്നതിൽ ശാസ്ത്രീയമായ ഗുണങ്ങളും അതിലുണ്ട്. ചുരുക്കത്തിൽ മരിച്ച വീട്ടിൽ മയ്യത്ത് കുളിപ്പിക്കുന്നവരെ ഉരുവാൻ പുകപ്പിക്കൽ സുന്നത്താണ്. കുളിപ്പിക്കൽ സുന്നത്ത് മാത്രമല്ല, പിന്നെ കഴിവിൻ്റെ പരമാവധി നല്ല വാസനയുള്ള ഉപയോഗിക്കൽ സുന്നത്താണ്. അപ്പോൾ കുളിപ്പിക്കാൻ കൊണ്ടുപോകും. അടുത്ത പരിപാടി മയ്യത്ത് കുളിപ്പിക്കാൻ. പിന്നെ ചില സ്ഥലത്ത് ചില വിശ്വാസങ്ങൾ, മരിച്ച ഉടനെ കുട്ടികൾക്ക് വേണ്ടി അടുത്ത വീട്ടിലേക്ക് പോയാലാണ് ചെമ്പിന് കല്യാണപ്പറക്ക് ബിരിയാണി വെക്കാൻ പോയി എന്നാൽ വെള്ളം ചൂടാക്കാൻ. ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കാൻ സുന്നത്താന്ന് ഒരു കിതാബിലുമില്ല. ഈ ഉള്ള വെറുവും ചെമ്പും അത്രയും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അത് മുസ്ലിങ്ങൾക്കാണ് ചൂടാൻ വേണ്ടി വെറു കൊണ്ടെടുത്ത്. മുസ്ലിങ്ങൾ മരിച്ചാൽ അങ്ങനെ വിറയും തീക്കും നടക്കേണ്ട ആവശ്യമില്ല. പച്ചവെള്ളത്തിൽ കുളിപ്പിച്ചാൽ മതി. പെടുന്നതിനുള്ള മയ്യത്ത മയ്യത്തല്ലാണ് അങ്ങനെ നല്ലത്. പിന്നെ കുറച്ച് കാലം രോഗത്തിൽ കിടന്ന് ചേറും അഴുക്കൊക്കെ ഉള്ള മയ്യത്താണെങ്കിൽ അത് പോകാൻ ചൂടുവെള്ളം നല്ലതാണ്. വളരെ തണുപ്പുമാറ്റം ഉണ്ടെങ്കിൽ പച്ചവെള്ളം മതിയാവും കുളിപ്പിക്കാൻ. അതുപോലെ പിന്നെ ഉപ്പുവെള്ളം ഉണ്ടെങ്കിൽ ഉപ്പ് കലക്കി കഴുകൽ സുന്നത്തില്ല. കടലിലുള്ള ഉപ്പുവെള്ളമാണെങ്കിൽ അത് അടുത്തുണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ വേറെ അത് സാന്ദർഭികമായ ഒരു കാര്യം കൂടി പറയുന്നു. ഇങ്ങനെ വെള്ളം അങ്ങ് പതപ്പിച്ചിട്ട് അതിൽ കുറേ പച്ചവെള്ളം കൂട്ടി ഇളക്കിച്ചാൽ കുളിപ്പിക്കുന്നതാണ്. സാന്ദർഭികമായി ചില വിഷയം പറയുകയാണ്. കുടിക്കാനും പച്ചവെള്ളം ഉപയോഗിക്കൽ നല്ലത്. പച്ചവെള്ളം പറ്റുന്നാൾക്ക് പച്ചവെള്ളം തന്നെ നല്ലത്. റസൂലുള്ളാഹിക്ക് വളരെ ഇഷ്ടപ്പെട്ട തണുത്ത വെള്ളം. തണുത്ത വറ്റം പറ്റാതെ ചുടുവെള്ളത്തിൽ പച്ചവെള്ളം ഒഴിക്കുന്നത് ശാസ്ത്രീയമായും മറ്റേ എന്ത് കേട്ടും ആയുസത്തായിട്ട് മരിക്കാത്ത ചുടുവെള്ളം ചൂടതിയായാൽ ചൂടാക്കി തണുത്ത വെള്ളത്തുകൊണ്ട് ചൂടാട്ടണം. അങ്ങനെ വേണ്ടി ചൂടുവെള്ളത്തിൽ പച്ചവെള്ളം ഒഴിച്ച് ഉപയോഗിക്കൽ ഗുണമില്ല. മരിച്ച വീട്ടിൽ ഇങ്ങനെ പതപ്പിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കും കുറേ. അവൻ ചുരുക്കത്തിൽ അതെല്ലാം കുറക്കണം. അവൻ വെള്ളം അങ്ങനെ ചൂടാക്കേണ്ട ആവശ്യമുണ്ടെങ്കിലേ വേണ്ടുള്ളൂ ആ വെള്ളം ചൂടാക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ കുളിപ്പിച്ച് കഴിഞ്ഞാൽ മയ്യത്ത് കുളിപ്പിച്ച ബാക്കി വെള്ളം അത് മറ്റൊന്നിനും ഉപയോഗിച്ചൂടാ. ചില പെണ്ണുങ്ങൾക്ക് ഒരു പരിപാടിയുണ്ട്, ചില ഉമ്മാമ്മമാർക്ക് പല ഉമ്മാമ്മമാർത്തായി കുറേ മസാലയുള്ളത്. മയ്യത്ത് കുളിപ്പിച്ച് കഴിഞ്ഞ പാട് ആ ബാക്കി വെള്ളം ഒരു വലിയ വെറും കൊണ്ടെടുത്ത് ഒറ്റ ഉണ്ടാന്ന് എടുത്തിട്ട് മറിക്കുക. ആ വെള്ളത്തിൽ പിന്നെ കഞ്ഞി വെച്ചുകൂടാ, ചോറ് വെച്ചുകൂടാ. മയ്യത്ത് കുളിപ്പിച്ച ബാക്കി വെള്ളം എന്തോ മുസ്തായമൻ്റെ ഉപയോഗിക്കപ്പെട്ട പിന്നെ ബാക്കി വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല എന്ന അന്ധവിശ്വാസം ചില സ്ഥലത്തുണ്ട്. കഞ്ഞിക്ക് വെള്ളം ആവശ്യമുണ്ടാവും അവിടെ, എന്നാൽ ആ വെള്ളം ഉപയോഗിക്കില്ല. അങ്ങനെയില്ല. ആ മയ്യത്ത് കുളിപ്പിച്ചതിൻ്റെ ബാക്കി വെള്ളം അടുപ്പത്തുള്ള വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. യാതൊരു കുടിമുറിയിൽ നിന്ന് തെറിച്ചതോ ബാക്കിയുള്ളതോ സംശയമുള്ളതോ ഉപയോഗിക്കണം എന്നല്ല പറയുന്നത്. കുളിപ്പിക്കാൻ വേണ്ടി അടുപ്പത്തിന് കോരിയെടുത്ത് അടുപ്പത്ത് പതക്കുന്ന വെള്ളം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ചില തൊണ്ടികളുണ്ടാവും ഇതുകൊണ്ട് ചെമ്പുന്തിയിടാൻ, ഇതിനായിട്ട് ചെമ്പ് മറിച്ചിടില്ല. അതിനാവശ്യമില്ല. ആ വെള്ളം ബാക്കി മറ്റുള്ള കുടിക്കാൻ ഉപയോഗിക്കുക, ചോറ് വെക്കാനോ കഞ്ഞി വെക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, തെറ്റില്ല. അപ്പം ചുരുക്കത്തിൽ ചുടുവെള്ളം ആവശ്യമില്ല. അങ്ങനെ കുളിപ്പിക്കാൻ വേണ്ടി എന്ത് വേണം? കട്ടിലിടുന്ന അവസരത്തിൽ സൂക്ഷിക്കേണ്ടത്, ഇപ്പം കുളിപ്പിക്കേണ്ട സംവിധാനം പല സ്ഥലത്തും പല രൂപത്തിലുണ്ട്. എന്നിരുന്നാലും ചില ശർത്തത്വമില്ല. മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി കട്ടിലിടുമ്പോൾ കിബിലക്ക് നേരെ ഇടുക. മുഖം കിബിലക്ക് കിഴക്ക് ഭാഗത്തും കാല് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഇടുന്ന അവസരത്തിൽ
കാലിൻ്റെ ഭാഗം തലഭാഗത്തുള്ള കട്ടിലിൻ്റെ കാല് അല്പം പൊന്തിയിരിക്കുന്നത് നല്ല ആ നിലക്കിടുക. അപ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ അടിയിൽ ഒരു പറയുകയോ ഒരു മാർബിളിൻ്റെ കഷ്ണം വെച്ചിട്ട് തലഭാഗത്തുള്ള കട്ടിലിൻ്റെ കാല് ഒരല്പം കൂടുതൽ വേണ്ട, അതായത് വെള്ളം ഒഴിക്കുന്ന അവസ്ഥയിൽ കാൽ ഭാഗത്തിലൂടെ വെള്ളം അങ്ങ് പോകാൻ വേണ്ടി. കാരണം മയ്യത്ത് കുളിപ്പിക്കുന്ന അവസ്ഥയിൽ മയ്യത്തിൻ്റെ വയറ്റിന്നും മറ്റും പലതും പുറപ്പെടും. അപ്പോൾ ആ പുറപ്പെടുന്ന വെള്ളം സമനിരപ്പാകുമ്പോൾ ആ വെള്ളം ഇങ്ങോട്ട് വന്ന് തലൻ്റെ മുടിൻ്റെ ഉള്ളിലൊക്കെ അഴുക്ക് വരുമല്ലോ. അപ്പം കാൽ ഭാഗത്തിലൂടെ വെള്ളം ഒഴുകിപ്പോകാൻ രൂപത്തിൽ ഒരല്പം തലഭാഗത്തുള്ള കട്ടിലിൻ്റെ കാല് ഉയർത്തി വെക്കുന്നത് അത് നല്ലതാണ്. അങ്ങനെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി റൂമൊക്കെ അതാരും കാണാത്ത റൂമാവലാണ് ഏറ്റവും നല്ലത്. അത് പണ്ട് ഉള്ളുന്നാവട്ടെ പുറത്തിട്ടാവട്ടെ കുളി കൊണ്ടുള്ളത് കണ്ടാലും പോയി അതിൽ എത്തി നോക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. സാധാരണ നമ്മൾ ജീവിച്ചിരിക്കുന്ന ആളെ കുളിപ്പിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് നിന്ന് മറ്റു വേറൊരാൾ എത്തി നോക്കുന്ന നമ്മളാരും ഇഷ്ടപ്പെടാറില്ലോ. എന്നാൽ അതുപോലെ തന്നെയാണ് മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ മയ്യത്ത് കുളിപ്പിക്കുന്നവരും അത്യാവശ്യമായ ആളുകൾ സഹായത്തിനുള്ള ആളുകളുമല്ലാതെ അതിലുണ്ടാവരുത്. മറ്റാൾക്ക് എത്തി നോക്കാൻ സൗകര്യം ഉണ്ടാകരുത്. മേൽഭാഗം കൂടി മറച്ച റൂമായിരിക്കണം. ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ.